يا حسن صفاتي يا رسول الله انظر حالنا يا رسول الله انظر حالنا എത്ര പാട്ടു പാടിയിട്ടും എത്ര രാവു തേടിയിട്ടും മുക്തിനബി പൂമുഖം ഞാൻ കണ്ടതേയില്ല എത്ര കാലം ജീവിച്ചിട്ടും എത്ര നാടുപോയെന്നിട്ടും മുക്തിനബി പൂമദീനയിൽ ചെന്നതേയില്ല അത്രയധികം ദൂരെയാണോ ഞാൻ ഹൃത്തികേറി തേടിടുന്നേ ഞാൻ ഇഷ്ടമുള്ളവനാണേ ഇഷ്ടമുള്ളവനാണേ ഇഷ്ടമുള്ളവനാണ് എന്നെ മറക്കരുതേ ഇഷ്ടമില്ലെന്നോടങ്ങ് വിധിക്കരുതേ തെറ്റുപറ്റിപ്പോയതിനാൽ വെറുക്കരുതേ അറ്റമില്ലാ ദൂരത്തന്നെ അകത്തരുതേ الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله حمدا يوافي نعمه ويكافئ مزيدا حمدا يوافي نعمه ويكافئ مزيدا اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد صلاة ترضيك وترضيه وترضى بها يا رب العالمين أرحم الراحمين يا الله ഞങ്ങളൊക്കെ മിക്കാലം അത്രയും ചെയ്ത എല്ലാ ഇബാദത്തുകളും നിസ്കാരങ്ങളും നോമ്പുകളും സക്കാത്തുകളും ഹജ്ജുകളും ദിക്റുകളും സ്വലാത്തുകളും പ്രിയപ്പെട്ട കുഞ്ഞു ഹാജി ഈ മജ്ലിസിന് ശരീരം കൊണ്ട് മനസ്സുകൊണ്ട് സമ്പത്ത് കൊണ്ട് ചെലവഴിക്കുന്ന എല്ലാം നീ കാണുന്നവനാണ് റബ്ബേ ഇതെല്ലാം ഞങ്ങൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കും അവിടെ തൊട്ട് 1,04,000 പരം സഹാബ അംബിയ മുർസലുകളിലേക്ക് 313 ബദരീങ്ങൾ 313 അംബിയ മുർസലുകൾ 313 അസ്ഹാബ് താലൂത്ത് 5 ഉലുൽ അസ്മുകൾ 25 ഖുർആൻ പേരെടുത്തു പറഞ്ഞ അംബിയ മുർസലുകൾ 1,24,000 വരുന്ന സ്വഹാബത്ത് ഖുലഫാഉർ റാഷിദീങ്ങൾ അഷ്റഫുൽ ബശർ സിത്തത്തുൽ ബശറ അങ്ങനെ തുടങ്ങിയല്ല അയിമ്മത്ത് മഖ്താബ് അദിയാത്ത് അബ്ദാൽ ആരിഫീങ്ങൾ സ്വാലിഹീങ്ങൾ സാദാത്തുക്കൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താന പരമ്പരയിൽ ധാരാളം അഹ്ലു ബൈത്ത് എല്ലാവരിലേക്കും ഈ പരിസരത്ത് മറവിട്ട് കിടക്കുന്ന ഞങ്ങളുടെ ഉപ്പാപ്പമാർ റബ്ബേ ഞങ്ങൾ എന്ത് വിഷമത്തിനും പ്രയാസത്തിനും ഇറങ്ങിച്ചെന്ന് പറയണം ഞങ്ങൾ ഉപ്പാപ്പ കൊഞ്ഞുള്ള പാപ്പ അങ്ങനെ തുടങ്ങി ആ മഖാമിൽ മറവിട്ട് കിടക്കുന്നവർ എല്ലാ ഉലിയാക്കൾ ആരിഫീങ്ങൾ സ്വാലിഹീങ്ങൾ ഞങ്ങൾ തവസ്സുലാക്കുന്നു റബ്ബേ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മജ്ലിസിനെ ഖബൂലാക്കണേ അല്ലാഹ് നീ ഖബൂലാക്കണേ അല്ലാഹ് ഞങ്ങൾ ഞങ്ങളുടെ ഉപ്പാപ്പമാർ ഉമ്മാമാർ ഉസ്താദുമാർ മശായിഖുമാർ ഞങ്ങളുടെ ഭാര്യമാർ ഞങ്ങളുടെ സന്താനങ്ങൾ ഞങ്ങളുടെ ബന്ധുക്കൾ ഞങ്ങളുടെ കുടുംബങ്ങൾ റബ്ബേ കുഞ്ഞുരാജ് ഉപ്പാപ്പമാർ ഉമ്മാമാർ അതുപോലെ തന്നെ ഭാര്യയുടെ കൂട്ടുകുടുംബത്തിൽ നിന്ന് അതുപോലെ തന്നെ 2 സഹോദരിമാർ സഹോദരിയുടെ മകൻ അതുപോലെ തന്നെ മകന് പ്രിയപ്പെട്ട സി അഹ്മദ് തഖീദുൽ ബുഖാരി അങ്ങനെ ഞങ്ങളുടെ ഒക്കെ കുടുംബത്തിൽ റബീഉൽ അവ്വൽ 27 ഇവിടെ പറഞ്ഞ ഞങ്ങളുടെ ഒന്നിരായ എല്ലാം അല്ല ഉപ്പ അസി അഹ്മദുൽ ബുഖാരി റളിയല്ലാഹു അൻഹു അങ്ങനെ തുടങ്ങിയ ധാരാളം ആളുകൾ എല്ലാവരുടെ ദറജയും ഉയർത്തി കൊടുക്കണേ അല്ലാഹ് എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണേ അല്ലാഹ് ഇക്കാലം മാത്രം ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെറുതും വലുതുമാണ് അനേകം തെറ്റുകുറ്റങ്ങൾ ചെയ്തു നീ മാപ്പാക്കണേ അല്ലാഹ് പൊറുക്കണേ അല്ലാഹ് വരും കാലങ്ങൾ തെറ്റുകുറ്റങ്ങളില്ലാതെ ജീവിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ് പൈശാചിക ചിന്ത നൽകല്ല അല്ലാഹ് പൈശാചിക കൂട്ടുകെട്ടുകൾ ഞങ്ങളെ പെടുത്തല്ല അല്ലാഹ് ഹറാമായ കൂട്ടുകെട്ടുകൾ ഞങ്ങളെ പെടുത്തല്ല അല്ലാഹ് എല്ലാ പൈശാചിക കൂട്ടുകെട്ടുകളും ഞങ്ങളെ നീ സലാമത്താക്കണേ അല്ലാഹ് നീ സലാമത്താക്കണേ അല്ലാഹ് യാ അല്ലാഹ് ഞങ്ങൾക്ക് ഈ ജീവിതം നീ മെച്ചപ്പെട്ട നീ പൊരുത്തപ്പെടുന്ന
ഹറാമുകളില്ലാത്ത, കറാഹത്തുകളില്ലാത്ത, ഖിലാഫുൽ ഔലയില്ലാത്ത റബ്ബേ ദിക്ർ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നവരാക്കണേ അല്ലാഹ്. മുത്തനബിയുടെ മഹബ്ബത്തല്ലാതെ ഇഷ്ടമല്ലാതെ ഞങ്ങൾക്കൊന്നുമില്ല റബ്ബേ. ആ ഇഷ്ടം ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണേ അല്ലാഹ്. അവിടുത്തെ പൊരുത്തം, അവിടുത്തെ ശഫാഅത്ത്, അവിടുത്തെ മഹബ്ബത്ത് അല്ലാതെ ഞങ്ങൾക്കൊന്നുമില്ല യാ അല്ലാഹ്. നീ ഞങ്ങളെ കൈവിടല്ല അല്ലാഹ്, നീ ഖായിബാക്കല്ല അല്ലാഹ് യാ അല്ലാഹ്. ഞങ്ങളെ നീ കൈവിടല്ല അല്ലാഹ്, ഖായിബാക്കല്ല അല്ലാഹ്. ദാക്കിരിങ്ങളെ ജീവിപ്പിക്കണേ അല്ലാഹ്, സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നവരാക്കണേ അല്ലാഹ്. ഞങ്ങളെ സ്വലാത്ത് മജ്ലിസുൽ ഖിയാമത്ത് നാളെ വരെ ഇജാബത്തിന്റെ മജ്ലിസ്, മുത്തനബിയുടെ ശഫാഅത്ത്, അവിടുത്തെ തൃക്കരം കൊണ്ട് ഹൗദുൽ കൗസർ കുടിക്കാൻ അത് ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ആ കുടുംബത്തോട്, അവിടുത്തെ ഔസാഫുകളോട്, അവിടുത്തെ പ്രവർത്തനങ്ങളോട്, അവിടുത്തെ ഹദീസുകൾ എല്ലാറ്റിനോടും ഞങ്ങൾക്ക് മഹബ്ബത്ത് നൽകി അതിലധിഷ്ഠിതമായി ജീവിക്കുന്നവരാക്കണേ അല്ലാഹ്. കാമിലായ ഇഖ്ലാസ് തഖ്വ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. യാ ഷാഫി യാ അല്ലാഹ്, യാ കാഫി യാ അല്ലാഹ്, യാ മുഅഫി യാ അല്ലാഹ്. ഇവിടെ തടിച്ചുകൂടി ആയിരങ്ങൾ ഇവിടത്തേക്ക് ദുആ കൊണ്ട് വസീയത്ത് സർവ്വവിധ ശാരീരിക, മാനസിക, പൈശാചിക അസുഖങ്ങളും ശിഫയാക്കണേ അല്ലാഹ്. പലയിടങ്ങളിലും മഞ്ഞപ്പിത്തം ബാധിച്ച് വെന്റിലേറ്ററിൽ കഴിയുന്നവരുണ്ട്, ഐസിയുവിൽ കഴിയുന്നവരുണ്ട്, മരിച്ച വേദനാജനകമായ വാർത്തകളുണ്ട്. റബ്ബേ നീ തീർത്തും ശിഫയാക്കണേ അല്ലാഹ്. രോഗികളുടെ രോഗം നീ ശിഫയാക്കണേ അല്ലാഹ്. മറ്റൊരു പകർച്ചവ്യാധികളും ഞങ്ങളിലേക്ക് നൽകല്ല റബ്ബേ. വർഷകാലമാണ്, പല കുടുംബങ്ങളും പല രോഗികളാണ് റബ്ബേ. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, അലർജി, ഗ്യാസ്, ആസ്തമ, കൈകാലുകൾ കടച്ചിൽ, തരിപ്പ്, ക്ഷീണം, തറച്ചൽ നൽകല്ല അല്ലാഹ്. എല്ലാം നീ ശിഫയാക്കണേ അല്ലാഹ്. പൂർണ്ണാരോഗ്യമുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. വാഹിതരാകാൻ ഉദ്ദേശിക്കുന്ന യുവതി യുവാക്കൾക്ക് മനസ്സിനിണങ്ങിയ സ്വപ്ന സാക്ഷാത്കാരങ്ങളായി നൽകണേ അല്ലാഹ്. കുടുംബജീവം ഐശ്വര്യപൂർണമാക്കണേ അല്ലാഹ്. സന്തോഷപൂർണ്ണ കുടുംബ ജീവിതമാക്കണേ അല്ലാഹ്. റബ്ബേ സൗന്ദര്യപ്പിടക്കമെന്ന സങ്കല്പം പോലും ഇല്ലാതെ റബ്ബേ സൗഹാർദ്ദ ബന്ധങ്ങൾ, പോസിറ്റീവ് റിലേഷൻഷിപ്പ് മുത്തനബി പഠിപ്പിച്ചത് ഇതൊക്കെയാണല്ലോ റബ്ബേ. അതിനുവേണ്ടിയാണല്ലോ നീ പറയുന്നത്, നീ പറഞ്ഞ് കൽപ്പിച്ചതല്ല റബ്ബേ. ഞങ്ങൾക്ക് കാമിലായി ഈമാൻ നീ നൽകണേ അല്ലാഹ്. കാമിലായി ഈമാൻ നീ നൽകണേ അല്ലാഹ്. മുത്തനബിയുള്ള മഹബ്ബത്ത് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണേ അല്ലാഹ്. റബ്ബേ ആ മഹബ്ബത്ത് അധിഷ്ഠിതമായി ജീവിക്കുന്നവരാക്കണേ അല്ലാഹ്. തൊഴിലഹിതർക്ക് ഖൈറായ തൊഴിൽ നൽകണേ അല്ലാഹ്. തൊഴിൽ പ്രമോഷൻ നൽകണേ അല്ലാഹ്. ശമ്പള വർധനവ് നൽകണേ അല്ലാഹ്. റബ്ബേ മക്കളില്ലാത്തവർക്ക് ആൺകുട്ടികൾ പെൺകുട്ടികൾ ആശിക്കുന്ന പോലെ നീ നൽകണേ അല്ലാഹ്. റബ്ബേ കടങ്ങൾ നീ വീട്ടണേ അല്ലാഹ്. തൊഴിലഹിതർക്ക് ഖൈറായ തൊഴിൽ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കച്ചവടങ്ങളിൽ, കൃഷികളിൽ, ഫാക്ടറികളിൽ, മില്ലുകൾ, വീടുകൾ, പറമ്പുകൾ, തോട്ടങ്ങൾ, വാഹനങ്ങൾ, ഞങ്ങളുടെ പ്രവർത്തന മേഖലകളിലൊക്കെയും റബ്ബേ മമത ബേക്കറികളുടെ എല്ലാ പ്രോഡക്റ്റുകളിൽ റബ്ബേ ഹലാല് റബ്ബേ ഇത് നല്ല ഇബാദത്തുകൾ, തൊഴിലാളികൾ പോലും നിസ്കരിച്ച് തൊഴിലെടുപ്പ് ഇബാദത്ത് അർഹമായതൊക്കെ നീ കബൂലാക്കണേ അല്ലാഹ്. ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് സേവനം നൽകുന്ന ഒരു വലിയ പ്രസ്ഥാനമായ ആ പ്രസ്ഥാനത്തെ നീ വളർത്തിയെടുക്കണേ അല്ലാഹ്. വലിയ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഭക്ഷണങ്ങളെല്ലാം ഏറ്റവും സ്വാദിഷ്ടമായ ഭക്ഷണമാക്കണേ അല്ലാഹ്. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും, പ്രയാസങ്ങളും, സെഹറുകളിൽ നിന്നും, കണ്ണേറുകളിൽ നിന്നും, എല്ലാവിധ ആഫാത്ത് മുസീബാത്തുകൾ ഏതെല്ലാം പേടിക്കുന്നോ, ഏതെല്ലാം പ്രയാസകരമായ രംഗങ്ങളുണ്ടോ നിനക്കറിയാം റബ്ബേ. നിന്നോടല്ലാതെ പറയാനില്ല. നീ സലാമത്താക്കണേ അല്ലാഹ്. വീടില്ലാത്തവർക്ക് അനുയോജ്യമായ സ്ഥലം നൽകണേ അല്ലാഹ്. വെള്ളം, വെളിച്ചം, വടിക്കത്ത് നൽകണേ അല്ലാഹ്. മാന്യമായി വീട് വെച്ച് റാഹത്തോടെ കഴിയാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈ റബീഉൽ അവ്വൽ പല നിക്കാഹുകളും, പല ഹൗസ് വാമിങ്ങുകളും, പല വെട്ടുകുറ്റി അടിക്കലും പലതും നടക്കുന്നു റബ്ബേ. എല്ലാം നീ കബൂലാക്കണേ അല്ലാഹ്. ആക്സിഡന്റ് അപകടത്തിൽ പെടുത്തല്ല അല്ലാഹ്. റബ്ബേ മദീനയിലെത്തിയവരുണ്ട്, എത്താൻ ആഗ്രഹിച്ചവരുണ്ട്. ഞങ്ങൾക്കെല്ലാം മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ ചെയ്യാൻ തൗഫീഖ് നൽകണേ റബ്ബേ. ഞങ്ങൾക്ക് ഹജ്ജ് ഉംറകൾ റബ്ബേ, ഞങ്ങളുടെ സിയാറത്തുകൾ ഞങ്ങളെല്ലാം നീ കബൂലാക്കണേ അല്ലാഹ്. നീ കബൂലാക്കണേ അല്ലാഹ്. എളുപ്പമാക്കണേ അല്ലാഹ് റബ്ബേ. ഞങ്ങളുടെ ഹജ്ജുകളും ഉംറകളും സിയാറത്തുകളും ഞങ്ങളുടെ എല്ലാ മാലുകളും റബ്ബേ, ഞങ്ങളെ ബജനത്തുൽ ബഖി, ജന്നത്തുൽ മുഅല്ല, ബദർ, ഉഹുദ്, ഖന്ദഖ്, മസ്ജിദുൽ ഇജാബ, മസ്ജിദുൽ ഉഹുദ്, ഞങ്ങളുടെ എല്ലാ മസ്ജിദുൽ ഖിബ്ലതൈനിയും എല്ലാം റബ്ബേ എല്ലാ ഇബാദത്തുകളും നീ സ്വീകരിക്കണേ അല്ലാഹ്.
റബ്ബേ റാഹത്തായി ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും റബ്ബേ നീ തൗഫീക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങളെ കൂടെയുള്ളവർക്ക് സഹായിക്കുന്നവർക്ക് വേണ്ടപ്പെട്ട ചെറുതുമ ചെയ്യുന്നവർക്ക് റഹ്മത്തിന്റെ ഖജനാവ് വാരിക്കോരി നൽകണേ അല്ലാഹ്. ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിക്കല്ല അല്ലാഹ്. മനസ്സുകൾ ധാരാളം ആവശ്യങ്ങളുണ്ട്, നിന്നോട് പറയാതെ നിനക്കെല്ലാം പറയാം. ഏത് ചെറുത് തൊട്ട് വലുതും എല്ലാം എളുപ്പത്തിൽ പൂർത്തീകരിക്കണേ അല്ലാഹ്. എല്ലാ പ്രതിസന്ധികളും ദൂരീകരിക്കണേ അല്ലാഹ്. മരിക്കുന്ന സമയത്ത് മുത്തനബിയെ കണ്ട് മരിക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാഹ്. മുത്തനബി ഞങ്ങൾക്ക് സ്വപ്നത്തിനായി പലതവണ ഞങ്ങൾക്ക് കാണിക്കണേ അല്ലാഹ്. ഇതെല്ലാം മുത്തനബിയുമായുള്ള ഞങ്ങളുടെ ആ കണക്ഷൻ വർദ്ധിപ്പിക്കാൻ ആക്കണേ അല്ലാഹ്. മുത്തനബിയുടെ ഹദ്റത്തിൽ വരുമ്പോ ഫസുഖൻ ഫസുഖൻ എന്ന് പറഞ്ഞ് ആട്ടി ഓടിക്കാതെ അവിടുന്ന് ഞങ്ങളെ വാരി പുണർന്ന് ഞങ്ങൾക്ക് ഹൗലുൽ കൗസർ കുടിപ്പിച്ച് അവിടുത്തെ തിരുക്കരം കൊണ്ട് നൽകി മനസ്സംതൃപ്തി റബ്ബേ ഞങ്ങൾ ആഗ്രഹിച്ച അത്രയും ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ അല്ലാഹ്. ധാരാളം അഹ്ലുൽ ബൈത്തിനെ സ്നേഹിക്കുന്നത് റബ്ബേ അഹ്ലുൽ ബൈത്ത് ലോകോത്തര പ്രതിഭകളാക്കി അവിടുത്തെ ശഫാഅത്ത് അതുകൊണ്ടെങ്കിലും ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങളെ നീ കൈവിടല്ല അല്ലാഹ്. ഞങ്ങളെ നീ കൈവിടല്ല അല്ലാഹ്. ഞങ്ങളെ നീ ഖായിബാക്കല്ല അല്ലാഹ്. ഞങ്ങളെ നീ ഖായിബാക്കല്ല അല്ലാഹ്. ഞങ്ങളെ ദുആകളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ മരിച്ചുപോയ ഉമ്മാമാര് ഉപ്പാപ്പമാര് ഉസ്താദുമാര് വശായിഖുമാർ ഭാര്യ സന്താനങ്ങൾ ബന്ധുമിത്രാദികൾ കുടുംബാംഗങ്ങൾ ഈ നാട്ടിലെ മക്ബറകളിലും ഈ പരിസരത്തെ മക്ബറകളിലും ഇവിടെ വന്നവരുടെ കുടുംബങ്ങൾ ആരെല്ലാം മരണപ്പെട്ടു ആ ഖബറുകളെല്ലാം വന്നിരാവ് അഹ്മദുൽ ബുഖാരി എന്നവർ റബീഉൽ അവ്വൽ 27 പ്രിയപ്പെട്ട മകൻ സി അഹ്മദ് തഖീദ്ദീൻ ബുഖാരി അങ്ങനെ കുടുംബത്തിൽ നിന്ന് മറജേട്ടൻ പെങ്ങളെ കൂട്ടുകുടുംബങ്ങൾ എല്ലാവരുടെ ദറജയും ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. അവരെ ഞങ്ങളും ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. നീ സ്വീകരിക്കണേ അല്ലാഹ്. സ്വീകരിക്കണേ അല്ലാഹ്. സ്വീകരിക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല കുഞ്ഞു ഹാജിയുടെ ജ്യേഷ്ഠ സഹോദരൻ അബ്ദു ഹാജി തീരെ സുഖമില്ലാത്ത അവസ്ഥ റബ്ബേ. കുഞ്ഞു ഹാജിയുടെ സഹോദര സഹോദരിമാര് റബ്ബേ മക്കളില്ലാത്ത സഹോദരികളുണ്ട്, അതുപോലെ തന്നെ അവരുടെ അളിയ സഹോദരനുണ്ട്, അവരുടെ ജ്യേഷ്ഠ കെട്ടി ഹാജി, അതുപോലെ തന്നെ കുഞ്ഞു ഹാജിയുടെ പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരൻ അബ്ദു ഹാജി. അങ്ങനെ ആ തറവാട്ടിൽ ആരെല്ലാം ഏതെല്ലാം രോഗങ്ങളുണ്ടോ എല്ലാം നീ ശിഫയാക്കണേ അല്ലാഹ്. യാ ഷാഫി യാ അല്ലാഹ്, യാ കാഫി യാ അല്ലാഹ്. എല്ലാ രോഗവും നീ ശിഫയാക്കണേ അല്ലാഹ്. പൂർണ്ണ ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ربنا إنا قد رفعنا أيدينا راجين واقبين ولا تردنا خائبين فإنك قلت في كتابك المنزل على لسان نبيك المرسل ادعوني أستجب لكم يا مجيب دعوة الداعين إنا قد دعوناك فاستجب دعوتنا فاستجب دعوتنا استجب دعوتنا آمين برحمتك يا أرحم الراحمين. وصلى الله تعالى على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين.